കെട്ടിടങ്ങളിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 44 പേർ മരിച്ചു. 300 പേരെ കാണാനില്ല. 16 മണിക്കൂറായി കത്തിക്കൊണ്ടിരിക്കുന്ന 3 സമുച്ചയങ്ങളിൽ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് അഗ്നിശമന സേന. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ബുധനാഴ്ച ഹോങ്കോങ്, ന്യൂ ടെറിട്ടറികളിലെ തായ്പോ ജില്ലയിലെ 5 കെട്ടിടങ്ങളിലായുള്ള ഭവന സമുച്ചയങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. 31 നിലകളുള്ള കെട്ടിടത്തിൽ നിന്ന് ആദ്യം പുക ഉയരുകയും പിന്നാലെ തീ ആളിക്കത്തുകയുമായിരുന്നു. വാങ്ഫുക് ഭവന സമുച്ചയത്തിലാണ് തീപിടുത്തം ആരംഭിച്ചത്. ഇവിടെ ഏകദേശം 4800ഓളം പേർ താമസിച്ചിരുന്നു. അപകടത്തെ തുടർന്ന് 700ഓളം പേരെ താൽക്കാലിക അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 3 പേർ അറസ്റ്റിലായി. 2 ഡയറക്ടർമാരും നിർമ്മാണ കമ്പനിയിലെ ഒരു കൺസൾട്ടന്റുമാണ് അറസ്റ്റിലായത്. ചില അപ്പാർട്ട്മെന്റുകളിലെ ജനാലകൾ മറയ്ക്കാനായി ഉപയോഗിച്ച തീപിടിക്കുന്ന പോളിസ്റ്ററീൻ ബോർഡുകളിൽ കമ്പനിയുടെ പേര് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. 30 വർഷത്തിനിടെ ഹോങ്കോങ്ങിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തീപിടുത്തമാണിത്. 1996 ഗാർണി ബിൽഡിംഗ് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 41 പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു.